നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം ആണ് UDF കരസ്ഥമാക്കിയത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയം എന്നതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ ഏറ്റവും അധികം അംഗങ്ങളെ നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റുക ഈ 2026 ആണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആരാകും മുഖ്യമന്ത്രി, ആരാകും മന്ത്രിസഭയിൽ ഇടം പിടിക്കുക എന്നത് പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത്. അവിടെ നേതാക്കൾ ഐക്യത്തോടു കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ, അതെയോ പതിവ് പോലുള്ള പടലപ്പിണക്കങ്ങൾക്ക് കോൺഗ്രസ് ഇനിയും വേദിയാകുമോ? സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ഇപ്പോൾ KC വേണുഗോപാലിന്റെ പേര് പറയുമ്പോൾ KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, അദ്ദേഹം MP ആണ്. അങ്ങനെയെങ്കിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങേണ്ടതായി വരും. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ MP സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായി വരും. ഡൽഹിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്, ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ശേഷം സംഘടനാ തലത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് തന്നെ പറയാവുന്നത് KC ആണ്. തീർച്ചയായും KC ദേശീയ രാഷ്ട്രീയത്തിൽ തീരുമാനമെടുക്കുന്നതിലും നിർണായകമാണ് എന്നതിലും തർക്കമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യത എത്രത്തോളം, ഈ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ എത്രത്തോളം, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വലിയ മെജോറിറ്റി ഇപ്പോൾ കോൺഗ്രസിന് നൽകിയത്? മറ്റൊന്ന്, ഇനിയിപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ എത്രയോ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കളുണ്ട്, K മുരളീധരനെ പോലെയുള്ള നേതാക്കളുണ്ട്. യൂത്ത് വലിയ പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചിട്ടുള്ളത്. വനിതാ പ്രാതിനിധ്യം ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അവിടെ തീർച്ചയായും ദളിത് പ്രാമുഖ്യം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാനാകില്ല. അങ്ങനെയുള്ള സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ മന്ത്രിമാർ ആരൊക്കെ എന്നതും പ്രധാനപ്പെട്ട വിഷയമാകുമല്ലോ. തീർച്ചയായിട്ടും മന്ത്രിമാരുടെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസിനും വ്യവസ്ഥാപിതമായ ചില ശൈലികളുണ്ട്. അവിടെ സാമുദായിക ഇക്വേഷൻ, ജാതി മത സമവാക്യങ്ങളൊക്കെ അവർ ഏറെക്കുറെ പാലിക്കാറുണ്ട്. ഇടതുമുന്നണി പോലും CPM പോലും അതൊക്കെ പാലിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുമാവില്ല. പക്ഷേ ഇത്തവണ ഒരു പതിവ് മുഖങ്ങളെ മാറ്റിയുള്ള ചില പരീക്ഷണത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് തയ്യാറായാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം മുതൽ കോൺഗ്രസ് പാലിച്ച ഒരു ശൈലിയുണ്ട്. ഒരു മാറ്റത്തിൻ്റെ സൂചനപ്പെടുന്ന കോൺഗ്രസിൻ്റെ പതിവ് ശൈലികൾക്ക് വിരുദ്ധമായ ചില നീക്കങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഒരുപക്ഷെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിലും ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതായത് ചില യുവമുഖങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം നൽകും. ഇപ്പോൾ നിയമസഭാ കണക്കെടുപ്പ് തന്നെ നോക്കുമ്പോൾ ഏറ്റവും അധികം വൈബ്രൻ്റായ യൂത്ത് ലീഡേഴ്സ് ഉള്ളത് കോൺഗ്രസ് ചേരിക്കൊപ്പമാണ്, UDFനൊപ്പമാണ്. അപ്പോൾ അവർക്ക് തുടർ ഭാവിയിലും പ്രാതിനിധ്യം നൽകാൻ കഴിയുന്ന ഒരു നീക്കം സ്വാഭാവികമായി നമുക്ക് ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ചില പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ അതിലേക്ക് കടന്നു വരാം. അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ മുൻ മന്ത്രിസഭകളിൽ ഉണ്ടായിരുന്ന ചിലരെ പരിഗണിക്കാത്ത ചില നീക്കങ്ങളൊക്കെ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നൽകുന്ന ചില സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചില പേരുകളൊക്കെ നമുക്ക് ഉദ്ധരിക്കാം. PC വിശ്വനാഥിനെ പോലെയുള്ളവർ മന്ത്രിസഭയിലെത്തിയേക്കാം. VT ബൽറാം സാധ്യതയുള്ള മറ്റു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. K മുരളീധരൻ, അദ്ദേഹം മുൻപ് മന്ത്രിയാണെങ്കിൽ കൂടിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി മിനിസ്ട്രിയുടെ കാലത്തും മറ്റും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് മന്ത്രിസഭയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ വ്യക്തിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻപ് പഴയ മന്ത്രിയാണ്, പലതവണ മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇക്വേഷൻ കോൺഗ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷേ തിരുവഞ്ചൂരിനെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും അതുണ്ടാകും. ഇനി VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു പ്രധാനപ്പെട്ട നേതാവ് സ്ഥാനത്ത് മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായേക്കാം. അപ്പോൾ കോൺഗ്രസിനെ ഉൾപ്പെടുത്താൻ കഴിയാവുന്ന എണ്ണത്തിൽ ചില യുവമുഖങ്ങളെയും ഒപ്പം ചില സീനിയർ ലീഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇക്വേഷൻസ് ആവും കോൺഗ്രസ് പയറ്റുക. ഇനി മറ്റൊരു കാര്യമുണ്ടാവുക, നമ്മൾ നേരത്തെയൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന കാര്യം, മുസ്ലിം ലീഗ് വലിയൊരു വിലപേശലിന് തയ്യാറാകുമെന്ന ചോദ്യമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിന് വിലപേശൽ നടത്തുന്നതിന് ഇത്രയോടെയും ചില തടസ്സമുണ്ട്. കാരണം ലീഗിന് വലിയ വിജയമുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ വലിയ ഇതിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് വലിയ ഹൈപ്പ് നേടുന്ന കോൺഗ്രസിൻ്റെ MLA-മാരുടെ എണ്ണത്തിലും വലിയ വർധനവ് വരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സ്വാഭാവികമായും മുന്നണിക്കകത്തൊരു വിലപേശൽ ലീഗിൻ്റെ ഇത്തവണ എത്ര കണ്ട് നടക്കുമെന്നതും കണ്ടറിയേണ്ടതുണ്ട്. ലീഗ് വലിയ വിജയം നേടിയിട്ടുണ്ട്, സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് അവർക്ക്. പക്ഷേ ഇത് പറയുമ്പോഴും MLA-മാരുടെ എണ്ണത്തിൽ വലിയൊരു മജോറിറ്റിയിൽ കോൺഗ്രസ് ഉണ്ട്. മുമ്പ് 5ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോഴൊക്കെ സംഭവിച്ചതാണ്. ഭരണമുള്ളപ്പോഴും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്വാധീനം, ശക്തി, സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി അന്ന് ലീഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സംവിധാനം അതല്ല. ലീഗും ശക്തിയുണ്ട്, അതിനുമപ്പുറം ശക്തി കോൺഗ്രസിനുമുണ്ട് എന്നതാണ് പൊതുവിൽ MLA-കാരുടെ കണക്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് തന്നെ ഒരു അപ്രമാദിത്യം അക്കാര്യത്തിൽ ഉണ്ടാവും. ഒപ്പം തന്നെ RSPക്ക് സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. PJ ജോസഫ് അടക്കമുള്ള കക്ഷികൾക്ക് ഒന്നിലധികം നൽകേണ്ടി വരുമോ? കാരണം വലിയ വൻപൻ വിജയം അവർക്കുണ്ട്. അപ്പോൾ ഒന്നിലധികം മന്ത്രിമാരെ അവർക്ക് നൽകുമോ? ഇക്കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. മറ്റ് ചെറു കക്ഷികൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഒരുപക്ഷെ ടേം വ്യവസ്ഥ കൊണ്ടുവരുമോ? അത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത്. കാരണം കേരളത്തെ സംബന്ധിച്ച് ലിമിറ്റഡായ നമ്പർ മാത്രമേ നമുക്ക് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. 19 പേരെ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻസ് എത്ര കണ്ട് പാലിച്ചു പോകുമെന്നതാണ് കണ്ടത്.
യെസ്, എന്തായാലും അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇത്തവണ UDF എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ 100 സീറ്റുകൾ എന്ന കോൺഫിഡൻസ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മുതൽ കോൺഗ്രസ് നേതാക്കളിൽ പുലർത്തിയത് VD സതീശനായിരുന്നു. മറ്റു പല നേതാക്കളും പോലും അത്തരത്തിലുള്ള ആത്മവിശ്വാസം പുലർത്തിയിരുന്നില്ല. അനുഭാവികൾക്കും പ്രവർത്തകർക്കും പോലും അത്തരമൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നതിൽ സംശയമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.